അല്ല, ഞങ്ങൾ ഒരു രൂപത്തിലും ഡയറക്റ്റ് ആയിട്ട് പണം പിരിച്ചിട്ടില്ല. ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റിയോ ഏതെങ്കിലും മറ്റ് MLA-മാർ മറ്റ് MP-മാർ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതാത് സമയത്ത് തന്നെ കൈമാറിയിട്ടുണ്ട്. ഒരു തരത്തിൽ പോലും അത് കൈമാറാതിരുന്നിട്ടില്ല. കണ്ടിട്ടില്ല. ഒരു തരത്തിലല്ല. അല്ല, ഇവിടെ കൊണ്ട് 330 വീട് നിർമ്മിച്ചവരല്ലേ? ആരോപിക്കുന്നത് ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞതെല്ലാം മാധു വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ മൊബൈൽ ഫോണിൽ കാണിച്ചിട്ട് ഇതിന് മറുപടി ശവം തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? അരുൺകുമാറിനെ പോലത്തെ ശവം തൂക്കികളെ എത്ര രൂപ ശവം തൂക്കികളെ എത്ര രൂപ ഇന്നലത്തെ റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയുടെ ഒരു ചെറിയ പോർഷനാണ് നിങ്ങൾ കണ്ടത്. കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് രാജു പി നായരും CPM-ന്റെ പ്രതിനിധി അല്ലെങ്കിൽ LDF-ന്റെ പ്രതിനിധിയായിട്ട് KS അരുൺകുമാറും. ചർച്ച സ്വാഭാവികമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ഘട്ടം മുതൽ ഏത് ചർച്ചയായാലും എന്ത് തരത്തിലുള്ള ചർച്ചയായാലും, ഇനി പൊതുജനങ്ങൾ പങ്കെടുക്കുന്നതായിക്കോട്ടെ, ഇനി ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നതായിക്കോട്ടെ, ഏത് ചർച്ചയായാലും ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന് പ്രതിനിധി നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വയനാട് ഫണ്ട് എന്ത് ചെയ്തു, നിങ്ങൾ എത്ര രൂപ പിരിച്ചു, ആ കണക്ക് ഇവിടെ കോൺഗ്രസ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഈ നിമിഷം വരെ കോൺഗ്രസിനൊരു ഉത്തരം പറയാൻ പറ്റില്ല. കോൺഗ്രസിന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഇത്രയും കാലം ഇതുപോലുള്ള പിരിവുകൾ നടത്തിയിട്ട് കട്ടുമുടിച്ചതല്ലാതെ കരുണാകരന്റെ പേരിൽ ഒരു സ്മാരകം പണിയണം എന്ന് പറഞ്ഞിട്ട് കോടികൾ പിരിച്ചിട്ട് ആ പിരിച്ചതിന്റെ കണക്കുമില്ല, സ്മാരകവും ഇല്ല, സർക്കാർ കൊടുത്ത സ്ഥലവും ഇല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ പണം പിരിച്ചിട്ട് ആ പിരിച്ച പണത്തിന്റെ ഒന്നും കണക്കില്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോൾ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കണക്കെവിടെ, നിങ്ങൾ പിരിച്ച തുകയുടെ. VD സതീശൻ സ്വസിദ്ധമായ ശൈലിയിൽ ഒരുപാട് തവണ തന്റെ കള്ളക്കണക്കുകൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ വഴി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നേ രക്ഷപ്പെട്ട അയാൾ സ്കൂട്ടായിട്ട് പോയിട്ടുണ്ട്. അയാൾ പറഞ്ഞത് എന്റെയും KPCC അധ്യക്ഷന്റെയും പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്, ആ ജോയിന്റ് അക്കൗണ്ടിലാണ് ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത്, അത് എത്രയാണെന്ന് അറിയില്ല, കണക്ക് നോക്കണം. ഓക്കെ, ശരി. എൻ്റെ VD സതീശ ഈ അഫിഡവിറ്റ് കൊടുക്കുന്ന സത്യവാങ്മൂലം കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ജോയിന്റ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ കൊടുത്തില്ലല്ലോ. അപ്പം നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് കള്ളമല്ലേ പറയണത്? അപ്പോൾ ആ അക്കൗണ്ട് എവിടെ പോയി? ആ അക്കൗണ്ടിൽ നിങ്ങൾ ആപ്പ് വഴി ആ അക്കൗണ്ടിലേക്ക് എത്തിച്ച പണം എവിടെ പോയി? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു ഡീറ്റെയിൽ വരുന്നുണ്ട്, 300 ചില്ലറ കോടി രൂപ അവർക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്നും അതിൽ ഇനി 80 കോടി അങ്ങാണ്ടേ ബാക്കിയുള്ളൂ എന്ന രീതിയിലൊരു കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവരുടെ മുന്നിലുള്ള ഒരു ചോദ്യത്തിന് അവർക്ക് ഇപ്പോഴും ഉത്തരം കൊടുക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളത് ഈ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര രൂപ പിരിച്ചു, ആ കണക്ക് എത്ര എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് ഒരു ഉത്തരവും ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല. ഇനി രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, KPCC അധ്യക്ഷനായിക്കോട്ടെ, ഇനി സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് പോലും ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. ആപ്പ് വഴി പിരിച്ചു, സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് എന്ന് ജനങ്ങളോടും മറ്റുള്ളവരോടും പറയുകയും ചെയ്ത് അവരുടെ നേതാക്കളും അവർ MP-മാരും ഒക്കെ ഈ ആപ്പ് വഴി കൊടുത്തു എന്ന് പറയപ്പെടുന്ന തുക എത്രയാണെന്നുള്ള അറിയില്ല. അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് റിപ്പോർട്ടർ TVയുടെ ചർച്ച നടക്കുന്നത്. റിപ്പോർട്ടർ TVയുടെ ചർച്ചയിൽ രാജു പി നായർ ഒരു സാധനം ഉയർത്തി കാണിക്കുന്നു. അതായത് CPM-ന്റെ വെബ്സൈറ്റിൽ CPM പൊതുജനങ്ങളിൽ നിന്ന് വയനാട് റിലീഫ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. ഏകദേശം 90 ലക്ഷത്തിൽ കൂടുതൽ തുക പിരിച്ചെടുത്തിട്ടുണ്ട്. ആ പിരിച്ച തുക എന്ത് ചെയ്തു? നിങ്ങൾ ആ പൈസ മുക്കിയത്, നിങ്ങളല്ലേ ശരിക്കും ശവം തൂക്കികൾ, നമ്മൾ രാജു പി നായർ ഘോരം വാദിച്ചു വരികയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അരുൺകുമാർ ഒന്ന് പ്രതിരോധത്തിലാകുന്നുണ്ട്. കാരണം അരുൺകുമാറിന് ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഇങ്ങനെ ഒരു കണക്കിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അരുൺകുമാർ പ്രതിരോധത്തിലാവും എന്നുള്ളതൊരു വസ്തുതയാണ്. അരുൺകുമാർ പ്രതിരോധത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇത് കണക്ക് പരിശോധിക്കണം, ഇത് വെരിഫൈ ചെയ്യാതെ എനിക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പം മാധവ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് വെരിഫൈ ചെയ്യണം. കാരണം നിങ്ങളൊരു കണക്ക് മുന്നോട്ട് വെച്ചിട്ട് വെരിഫൈ ചെയ്യാതെ എങ്ങനെയാണ് ഒരു ചർച്ചയിൽ ഒരാൾക്ക് ഉത്തരം പറയാൻ പറ്റുക? പക്ഷേ രാജു പി നായർ ഘോരം വാദിക്കുകയാണ്. അതായത് ശവം തൂക്കികളാണ്, നിങ്ങളൊന്ന് മുക്കിയില്ല, നിങ്ങൾ മുക്കി. ഓൾറെഡി അവർക്കറിയാം, അവർക്ക് വന്ന ഫണ്ട് മുഴുവൻ അവർ മുക്കി, അവർ ശവം തൂക്കികളാണെന്നുള്ള അവർക്കറിയാം. അപ്പം ഞങ്ങൾ മാത്രമല്ല നിങ്ങളും അങ്ങനെയാണ്, നിങ്ങൾ സ്വരാജിനോട് പറ, സ്വരാജ് ഞങ്ങളെ അങ്ങനെ വിളിച്ചില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കട്ടതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് എന്നാണ് സ്വരാജും CPM-ഉം പറയുന്നത്. പക്ഷേ
ഇവിടെ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് CPM കട്ടിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു രേഖയൊക്കെ പുറത്തുവിടുകയാണ്. പക്ഷേ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇതേ റിപ്പോർട്ടർ ചാനലിന്റെ എഡിറ്റർമാരെല്ലാം കൂടി ഇരുന്നുള്ള ഒരു ചർച്ചയിൽ ഡോക്ടർ അരുൺകുമാർ ഒരു കാര്യം പറയുന്നുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പൈസ എവിടെയായിരുന്നല്ലോ രാജു പി നായർ മാധുവിന്റെ ചർച്ചയിൽ ചോദിച്ചത്. CPM പിരിച്ച തുക 92 ലക്ഷം രൂപ 21/3/2025 ആ ഡേറ്റ് ഇത് ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ രാജു പി നായർക്ക് കൂടി വേണ്ടിയാണ്. 21/3/2025 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CPMന്റെ സെൻട്രൽ കമ്മിറ്റി AKG ഭവൻ ന്യൂഡൽഹി 92 lakh rupees കൊടുത്തതായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. CMDRFന്റെ നമ്പർ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബി നമ്പർ C332346 എന്ന നമ്പറിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 21/3/2025 92 ലക്ഷം രൂപ CPMന്റെ സെൻട്രൽ കമ്മിറ്റി നേരത്തെ മാധു പറഞ്ഞ അക്കൗണ്ടിലൂടെ പിരിച്ച പണം അടച്ചിട്ടുണ്ട്. എങ്ങനെയിരിക്കണം? രാജു പി നായർ CPMനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു രേഖ, അത് മറ്റേ ഏത് സിനിമ വിയറ്റ്നാം കോളനിയിൽ പറയുമ്പോൾ ഇതാണ് ആ രേഖ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചിട്ട് ആ സാധനം ആ ഗുണ്ട അവസാനം സ്വന്തം ആസനത്തിൽ തന്നെ ഇരുന്ന് പൊട്ടി എന്ന് പറയുന്ന അവസ്ഥയിലേക്കായി. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരാളൊരു ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫണ്ട് വരുന്നതിനും അത് ചെലവഴിക്കുന്നതിനും ഒക്കെ കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് ഉള്ളതാണ്, കണക്കുള്ളതാണ്. ഒരു ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ID, അതിൻ്റെ റിസീവിംഗ് ഡേറ്റ്, ടൈം, കാര്യങ്ങൾ മൊത്തം വിശദമായിട്ട് കിട്ടും. അങ്ങനെ അരുൺകുമാർ ഈ വിഷയം കൃത്യമായിട്ട് CPMന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് അരമണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തതിന്റെ കണക്ക് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ എടുക്കുകയും അതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ടർ TVക്ക് കൊടുക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ അവരുടെ എഡിറ്റേഴ്സ് അവറിനകത്ത് ഇരുന്നിട്ട് ആ കാര്യം ചർച്ചയായിട്ട് പറഞ്ഞത്. അപ്പൊ എന്തായി? എവിടെ വയനാട്ടിൽ നിന്ന് പിരിച്ച പൈസ എവിടെ കോൺഗ്രസേ? അതല്ലേ ഇനി നിങ്ങൾ ഉത്തരം പറയേണ്ടത്. ഇനി നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ നിങ്ങൾ അടുത്ത എന്തെങ്കിലും ഒരു കാര്യമായിട്ട് വന്നു കഴിഞ്ഞാലും സംഗതി നിങ്ങൾ കൊണ്ടുവരുന്ന ഗുണ്ടുകളെല്ലാം നിങ്ങളെ ആസനത്തിൽ തന്നെ ഇരുന്ന് പൊട്ടുന്നുണ്ട് എന്നുള്ള വസ്തുതയാണെങ്കിൽ പോലും നിങ്ങൾ ആപ്പ് വഴി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച കോടികളുടെ കണക്ക് അതെവിടെ, അതെങ്ങനെ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരവും ഒരു കാര്യവും നിങ്ങൾക്ക് പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കാൻ സാധിക്കാത്തിടത്തോളം കാലം ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് കാര്യത്തിനാണ് അല്ലെങ്കിൽ എന്ത് മുൻനിർത്തിയാണ് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? നിങ്ങളെപ്പോലെ കട്ടുമുടിച്ചിട്ടുള്ള ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരുടെ ഒരു കൂട്ടം നിങ്ങളോടൊപ്പമുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ പോലും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രവർത്തകർക്ക് ഇതേ ചോദ്യം അവർ ഓരോ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ അവരോട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. നിങ്ങളെ വീടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ വന്നപ്പോൾ ഞാനും ചോദിക്കുന്ന ഇതേ ചോദ്യം തന്നെ, എവിടെ വയനാട്ടിൽ നിന്ന് പിരിച്ച പൈസ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. നിങ്ങളെപ്പോലുള്ള കുറേ കള്ളന്മാരുടെ ഒരു കൂട്ടം അങ്ങനെ പാവപ്പെട്ട അവിടുത്തെ ആളുകളുടെ മരണത്തെ പോലും വിറ്റ് കാശുണ്ടാക്കിയിട്ട് അതിനെ സാധാരണഗതിയിൽ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനാണ് ഓരോ പുതിയ പദാവലികൾ കേരളത്തിന് സമ്മാനിക്കുക. ഒക്കച്ചങ്ങായി എന്നൊക്കെ പറഞ്ഞുള്ള പദാവലികളൊക്കെ കേരളത്തിന് സമ്മാനിച്ച പിണറായി വിജയനെ കടത്തിവെട്ടുന്ന രീതിയിലാണ് ശവം തൂക്കികൾ എന്നൊരു പദം സ്വരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് കൃത്യമായിട്ട് ആപ്റ്റായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്കാണ്, കോൺഗ്രസ്സുകാർക്കാണ്. നിങ്ങൾ അങ്ങനെ വിളിക്കരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം വയനാട്ടിൽ നിന്ന് നിങ്ങൾ പിരിച്ച തുക എത്ര, ആ പൈസയിൽ ഇനി എത്ര രൂപ ബാക്കിയുണ്ട്. എന്തായാലും അറിയാം നിങ്ങളത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് എടുത്തു എന്നുള്ളത് അറിയാം. പക്ഷെ ആ പൈസ എവിടെ? ആ പാവങ്ങൾക്ക് വീട് നൽകും എന്ന് പറഞ്ഞിട്ട് അവരുടെ നിലനിൽപ്പ് പോലും ഇല്ലാതായിരുന്ന സമയത്ത്, ജീവൻ പോലും അപകടത്തിലായിരുന്ന സമയത്ത് അവർക്ക് പ്രത്യാശ നൽകുന്ന രീതിയിൽ നിങ്ങൾ ഇത്ര വീടുകൾ പണിതു തരും എന്ന് വാക്ക് കൊടുത്തിട്ട് 2 വർഷമാകാറായിട്ടും നിങ്ങൾക്കൊരു വീട് പോയിട്ട് അതിൽ പിരിച്ച പൈസയുടെ കണക്ക് പോലും പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അത് നിങ്ങൾക്ക് തിരുത്താൻ സാധിച്ചാൽ നല്ലത്. തിരുത്താൻ സാധിക്കാത്തിടത്തോളം കാലം ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് നേരെ ഉയരും. എവിടെ വയനാട്ടിൽ നിന്ന് പിരിച്ച പൈസ എവിടെ എന്ന ചോദ്യം ഉയരും. അതുപോലെ തന്നെ നിങ്ങളെ ഇനി വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ വരെ, ഇപ്പോൾ ഇതുവരെ CPMന്റെ നേതാക്കളും അല്ലെങ്കിൽ അവരുടെ അണികളും മാത്രമാണ് ശവം തൂക്കികൾ എന്ന് വിളിച്ചിട്ടുള്ളത് എങ്കിൽ ഈ കണക്ക് നിങ്ങൾ പറയാതിരിക്കുന്ന ഘട്ടത്തോളം കാലത്തോളം നിങ്ങളെ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശവം തൂക്കികളാണ് എന്ന് തന്നെയാണ്.